ചേമ്പിൻ്റെ താള് വെച്ചിട്ട് നല്ലൊരു കറി ഉണ്ടാക്കി എടുത്താലോ? അത് നമുക്കുണ്ടല്ലോ നല്ലൊരു മീൻ പൊരിച്ചിൻ്റെ ഒക്കെ കൂട്ടത്തിൽ നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റും നല്ലൊരു അടിപൊളി കറിയാണ് കേട്ടോ. രാവിലെ ഒരു 10 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളി കറിയാണ്. ഉണ്ടാക്കി നോക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോട്ടെ. നല്ലൊരു താള് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന പച്ചടിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കിയെടുത്ത് നോക്കുക. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു, ടേസ്റ്റ് ഉണ്ടായിരുന്നോ എന്നുള്ളതൊന്നും ഒന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതുപോലെ ഒരു 2 തണ്ട് ചേമ്പിൻ്റെ തണ്ട് അതുപോലെ അങ്ങോട്ട് പറിച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ക്വയർ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പം നമുക്കിതുപോലെ കുറച്ച് കൂടുതൽ തണ്ട് എടുത്തിട്ട് അരിഞ്ഞെടുത്താൽ വെക്കുന്നതെങ്കിൽ ഒരുപാട് കഷ്ണങ്ങൾ കിട്ടുമല്ലോ. അപ്പം നമുക്ക് ചോറിൻ്റെ കൂട്ടത്തിലെടുത്ത് ഒഴിച്ച് കഴിക്കാനായിട്ട് നമുക്ക് വേറെ തോരൻ്റെ ആവശ്യമൊന്നും വരത്തില്ല. കാരണം നല്ലൊരു ഒഴിച്ച് കറി ആയിട്ട് കൂട്ടുന്നതിൽ കുറച്ചും കൂടെ ഇതായിട്ട് നമുക്കിങ്ങനെ തിക്കായിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ പച്ചടി പോലെ നമുക്ക് കൂട്ടുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ചട്ടിയിലേക്ക് ഒരു കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് വെച്ചതിന് ശേഷം ഒരു ചെറിയൊരു സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ക്വയർ കഷ്ണങ്ങളായിട്ടൊന്ന് അരിഞ്ഞിട്ടിട്ട് നമുക്കിതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ. നമുക്കിത് ഈ ഒരു വയന്ന് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഒരു കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. മുളക് പൊടി കൂടി ഇട്ടിട്ട് നന്നായിട്ട് അതുപോലെ ഒന്ന് മൂപ്പിച്ച് കൊടുക്കാവേ. എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഉണ്ടല്ലോ ചെറിയൊരു തക്കാളി ഉണ്ടെങ്കിൽ അതും കൂടെ അരിഞ്ഞിട്ട് എടുത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ചെറുതായിട്ടൊന്ന് വയന്ന് വന്നു കഴിയുമ്പം നമുക്ക് ഇതിനകത്തേക്ക് ഉണ്ടല്ലോ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ചേമ്പിൻ്റെ തണ്ടുകളുണ്ടല്ലോ അതെല്ലാം ഒന്ന് കഴുകി വാരിയതിന് ശേഷം ഇതിനകത്തേക്ക് അങ്ങോട്ട് കൊട്ടാട്ടോ. ഇതൊന്ന് കൊട്ടിയെടുത്തതിന് ശേഷം ഉണ്ടല്ലോ നന്നായിട്ടൊന്ന് കൂടുതലേക്ക് മിക്സ് ചെയ്ത് ഫുള്ളായിട്ടൊന്ന് ഇളക്കി എടുത്തതിന് ശേഷം ഉണ്ടല്ലോ നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരുപാട് വെള്ളം വേണ്ട, ഒരു കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കാം കേട്ടോ. കാരണം ചേമ്പിൻ്റെ താളിന് 10 മിനിറ്റിൻ്റെ വേവുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 10 മിനിറ്റ് നേരം മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് തേങ്ങ അരച്ചങ്ങോട്ട് കലക്കാം കേട്ടോ. അപ്പോൾ തേങ്ങ നമുക്ക് എളുപ്പത്തിന് ചിരണ്ടി എടുക്കാനായിട്ട് പാടുണ്ടെങ്കിൽ അതുപോലെ നമുക്ക് കത്തിയുടെ മോന വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി എടുത്തിട്ട് ചെറിയ മിക്സിയുടെ ജാറിലൊക്കെ ഒന്ന് അങ്ങോട്ട് കറക്കി എടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് നമുക്ക് ചിരണ്ടോ വേണ്ട, പെട്ടെന്ന് അങ്ങോട്ട് ചിരണ്ടി കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതുപോലെ അങ്ങോട്ട് കറക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് തേങ്ങ ചിരണ്ടി റെഡിയായി പെട്ടെന്ന് കിട്ടും. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഉണ്ടല്ലോ ചെറിയൊരു കുറച്ച് ഒരു 3-4 ചുള വെളുത്തുള്ളി, അതുപോലെ തന്നെ ഉണ്ടല്ലോ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഉണ്ടല്ലോ കുറച്ച് 2-3 പച്ചമുളക് ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ വെള്ളം തിളപ്പിക്കുന്ന കുഞ്ഞ് ജീരകം ഉണ്ടല്ലോ അതും ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി എടുത്ത് ഒഴിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് പേസ്റ്റ് പോലെ അങ്ങോട്ട് അരച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റിനുള്ളിൽ എളുപ്പത്തിലുള്ളതിൻ്റെ ഒരു ഈസി കറിയാണിത്. അപ്പോൾ നിങ്ങൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ കുറച്ച് തേങ്ങ അരച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് കലക്കി എടുത്തതിന് ശേഷം പിന്നെ ഞാനിപ്പോൾ ഒരുപാട് വെള്ളം എടുത്ത് ഒഴിച്ചിട്ടില്ല കേട്ടോ. നന്നായിട്ടൊന്ന് കൂട്ടിയിളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഉപ്പ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കൂട്ടിയിളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ പിന്നെ നമുക്ക് ഒരുപാട് നേരം തിളപ്പിക്കേണ്ട ഒരു ചെറുതായിട്ടൊന്നൊരു കുഞ്ഞി തിള വരുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെയൊക്കെ വീട്ടിൽ അരിഞ്ഞ് വെച്ചേക്കുന്ന തൈരുണ്ടെങ്കിൽ നന്നായിട്ട് മിക്സിയുടെ ജാറിലൊന്ന് കറക്കിയെടുക്കുക. കട്ടകളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ചെടുത്തിട്ട് നമുക്കൊന്ന് ഇതുപോലെ തന്നെ അതൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി തൈര് വെച്ചതിന് ശേഷം ഒരുപാട് നേരം ഇട്ടിട്ട് തിളപ്പിക്കണ്ട കേട്ടോ. ഒരു കുഞ്ഞ് തിള വന്നു കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കത് അതുപോലെ തന്നെ താളിക്കാം കേട്ടോ. കുറച്ച് കടുകും ഉലുവയും അതുപോലെ തന്നെ വറ്റൽമുളകും ആവശ്യത്തിന് ഒരു നുള്ളിൽ കറിവേപ്പിലയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതുപോലെ ഇങ്ങനത്തെ കണ്ടു കൊട്ടാട്ടോ. വളരെ എളുപ്പത്തിലും എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. നമ്മുടെ വീടിൻ്റെ പറമ്പിലൊക്കെ എവിടെയെങ്കിലൊക്കെ ഇതുപോലെ ചേമ്പിൻ്റെ തണ്ടൊക്കെ നിൽക്കണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ പറിച്ചരിഞ്ഞിട്ട് ഇതുപോലെ കറി വെച്ച് നോക്കാം കേട്ടോ. വളരെ ഹെൽത്തിയാണ്, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. അപ്പം സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഈസി കറിയാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാൻ മറക്കരുത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നുണ്ടെങ്കിൽ എല്ലാ അമ്മമാരുടെ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതുവരെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത ഫ്രണ്ട്സിനൊക്കെയാണ് വന്ന് വീഡിയോസ് ഒന്ന് കാണണമെങ്കിൽ നമ്മുടെ പേജിൽ നിന്ന് ഫോളോ കൂടി ചെയ്ത് വെച്ചിട്ട് പോകാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് വന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു, കറി നല്ലായിരുന്നു എന്നൊന്ന് പറയണേ. അപ്പോൾ നല്ലൊരു വീഡിയോ ഇടും കാണാം.